Hello guys, this is Suhana here. Welcome back to another video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2026ലേക്കുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പ്രീ പ്ലാൻ ചെയ്യാൻ പോവാണ്. സോ അത് ഞാനൊരു ജേർണലിംഗ് പോലെയാണ് ചെയ്യുന്നത്. അതായത് നോർമലായിട്ട് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുന്നതിന് പകരം ഒരു ജേർണൽ പോലെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് ഒന്ന് ലേ ഔട്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ഇയറിൽ ഞാൻ ഈ ഒരു സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ വർഷവും നമുക്ക് കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ വിഷൻ ബോർഡ്, പ്ലാനർ, അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ അതും ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ആൻഡ് എക്സ്ട്രാ നമുക്ക് ഈ ഇയറിലേക്കുള്ള ബാക്കി കുറച്ച് പ്രിപ്പറേഷൻസും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ 2026 എന്നുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജേർണലിങ്ങിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സെൽഫായിട്ട് പ്രിൻ്റ് എടുത്തതാണ്. ഐ തിങ്ക് ഒരു 30-40 റുപ്പീസിന് A3 സൈസിൽ നമുക്ക് സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ലൈക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ യൂഷ്വലി അതാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഞാൻ ഇതിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന സംഭവം ചെക്ക് ലിസ്റ്റാണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാ ഇയറിലും കോമൺ ആയിട്ട് ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അതായത് വിഷൻ ബോർഡ്, പ്ലാനർ, അതുപോലെ നമ്മളുടെ ഡെസ്കിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം. നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു ചേഞ്ച് കൊണ്ടുവരണം. പിന്നെ എൻ്റെ വോൾ കൊളാഷ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ബുക്കിന് കുറച്ച് മേക്ക് ഓവർ കൊടുക്കണം. ആൻഡ് ഈ ഒരു ഇയറിൽ എനിക്ക് യൂട്യൂബിലേക്ക് മാത്രമായിട്ടൊരു പ്ലാനർ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ചെയ്യണം. ഞാൻ ലാസ്റ്റ് ഇയറിൽ ഒരു വീട്ടിലൊക്കെ ഉള്ള നമ്മളുടെ അച്ചാറിൻ്റെയൊക്കെ ഒരു ക്ലാസ് പോട്ടിൽ ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തില്ല. ജാനുവരി ഫെബ്രുവരി മന്തൊക്കെ വരെ കറക്റ്റായിട്ട് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഉഴപ്പൊന്നും കാണിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്യണം എന്നുണ്ട്. സോ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷനൊക്കെ എന്തായാലും ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ ലാസ്റ്റ് ഇയറിൽ ചെയ്തൊരു സംഭവമാണ് 2026 ജാനുവരി 1 ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ. അത് ഞാൻ 2025 ആ ഒരു ഡിസംബറിൽ ഇയർ എൻഡിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നെക്സ്റ്റ് ഇയറിലേക്കുള്ളതും ചെയ്യണം. 2027 ജാനുവരി 1 ഓപ്പൺ ചെയ്യാനുള്ള ലെറ്റർ നമ്മൾ 2026ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതും. അതായത് നമ്മളുടെ ഗോൾസ്, കാര്യങ്ങൾ, നമ്മളുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടുള്ളൊരു ലെറ്റർ. സോ നമുക്ക് ആ ഒരു ടൈമിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഓൾറെഡി എഴുതി വെച്ച ലെറ്റർ എന്തായാലും ഈ ഒരു ജാനുവരി 1 ഇൻഷാ അള്ളാ ഓപ്പൺ ആക്കണം. അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഡീക്ലട്ടർ ചെയ്യണം, റൂമും കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ്, പാറ്റേൺ പേപ്പേഴ്സ്, കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുക്കാനുണ്ട്. അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയാസും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എനിക്കും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പ്ലാനും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വർഷം മുതൽ ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു 2025 ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഇയറിൽ എന്തൊക്കെ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഇയർലി അനലൈസ് ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ ലൈഫ് എത്രത്തോളം നമ്മൾ എത്രയും ഗ്രേറ്റ്ഫുൾ ആണെന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൽ ഞാൻ എഴുതി കൊടുക്കുന്ന ഒരു കാര്യമാണ് തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. അതായത് എൻ്റെ കറൻറ്റ് ലൈഫ്, അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഹാപ്പി ആക്കുന്നത് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു പ്രിഫറൻസ് ഒക്കെ മേ ബി മാറിയിട്ടുണ്ടാകും. അപ്പോൾ കറൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ ഹാപ്പി ആക്കുന്നുള്ളത് ഞാനിതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. സോ ഞാനിതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ലൈക്ക് എൻ്റെ വർക്ക് സ്പേസ് ഒന്ന് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടിരുന്നാൽ, അതുപോലെ എൻ്റെ റൂം ബെഡ്ഷീറ്റൊക്കെ ചുളുങ്ങാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഇരുന്നാൽ എൻ്റെ മൈൻഡ് ഹാപ്പിയാണ്. അതുപോലെ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് എനിക്ക് കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എൻ്റെ ഡേയ്സ് പ്ലാൻ ചെയ്യാന്നുള്ളത്. വെറുതെ ഒരു ദിവസം അങ്ങ് പോകുന്നതിനേക്കാളും എനിക്കിഷ്ടമാണ് ഇന്ന് നമുക്ക് ഇന്നത് കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ രാവിലെ തന്നെ നോട്ട് ചെയ്യുന്നു. അതിൽ നോട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കുന്നു. അങ്ങനെ എൻ്റെ ഡേയ്സ് പ്ലാൻ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഇന്ന് കഴിച്ചു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ചിലർക്ക് ഫുഡൊക്കെ കഴിക്കുന്നതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡൊക്കെ കിട്ടിയാൽ നല്ല ഹാപ്പി പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഷവർ, ഇനി നമ്മളുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്ത്, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടില്ലേ. അപ്പം അതുപോലെ എനിക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ നോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നതാണ് കുറച്ച് യൂട്യൂബിലേക്കുള്ള കണ്ടൻറ്റ്സ്, അതായത് ഈ ഒരു പ്രിപ്പിംഗ് വീഡിയോ, അതുപോലെ ഇതിൽ ഞാൻ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് നെക്സ്റ്റ് കണ്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതെല്ലാം ഞാൻ പെട്ടെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ന്യൂ ഇയറിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതും ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അധികം ഐറ്റംസ് ഒന്നുമില്ല. സോ അതും ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് കണ്ടൻറ്റ്സ് ഞാനിതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നോട്ട് ടു സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഐ ക്യാൻ ഡു ഇറ്റ് ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് മോർണിംഗ് എണീക്കുന്നത്. സോ അത് ഒന്ന് കറക്റ്റായിട്ട് എനിക്ക് ഫോളോ ചെയ്യണം എന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു യൂട്യൂബും ഞാൻ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടും എൻ്റെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. സോ സ്ക്രീൻ ടൈമൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുണ്ട്. അതുപോലെ ലേറ്റ് ആകാതെ കുറച്ചും കൂടി നേരത്തെ കിടന്നുറങ്ങണം. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ എൻ്റെ കുറേ പ്ലാൻസൊക്കെ വെറുതെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ശരിയാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഞാൻ എഴുതി കൊടുത്തു. ഓഫ് കോഴ്സ് ഞാൻ ഇതിൽ എഴുതി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് എൻ്റെ റെസൊല്യൂഷൻ ലിസ്റ്റിൽ. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എല്ലാം ഷെയർ ചെയ്യാൻ ഐ തിങ്ക് ശരിയാകില്ല. സോ അതുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. പിന്നെ ഞാൻ നെക്സ്റ്റ് പേജിലും കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് ഫോർ ദ ഫസ്റ്റ് ടൈം എൻ്റെ ഫോൺ എന്നെ ചതിച്ചു. കാരണം സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോ റെക്കോർഡിങ് പോസ് ആയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമതാണ് ഞാൻ നെക്സ്റ്റ് പേജിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുത്തത്. പക്ഷേ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല. പക്ഷേ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റാണ്. 2026 വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് പെഗ് ബോർഡ് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. കാരണം എല്ലാ പ്ലാൻസും ഷെയർ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പിന്നെ കുറച്ച് ബുക്സ്, പെൻസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കാനുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഞാൻ നോട്ട് ചെയ്തു. പിന്നെ ഞാൻ ഒരു ചെറിയ ടു ഡു ലിസ്റ്റ് എഴുതുന്നുണ്ട്. അതായത് എൻ്റെ ക്രാഫ്റ്റ് സപ്ലൈസൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യാനുണ്ട്. അതുപോലെ വോൾ കൊളാഷ് മാറ്റണം, ഡെസ്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റണം. പിന്നെന്താ റൂമൊക്കെ ഒന്ന് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ലുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാണല്ലോ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. സോ അതൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ യൂട്യൂബ് പ്ലാനർ ഉണ്ടാക്കണം. പിന്നെന്താ എൻ്റെ കയ്യിലുള്ള പ്ലാനേഴ്സിനൊക്കെ ഒരു ന്യൂ ലുക്ക് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. സോ അതെല്ലാം ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് എൻ്റെ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു 3-4 പോയിൻറ്റ്സ്. അത് ഞാനൊന്ന് റൈറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കാത്തവർ ഈ ഒരു ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വിഷൻ ബോർഡ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഒരു പോസിറ്റീവ് സംഭവങ്ങളും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓരോ മൈൽ സ്റ്റോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ചെറിയ ചെറിയ നമ്മളുടെ വിൻസൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. അതുപോലെ ഗുഡ് തിങ്സൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുക. പിന്നെന്താ അങ്ങനത്തെ കുറച്ച് പോസിറ്റീവ് നോട്ട്സ് ഇല്ലേ, അതും കൂടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് എഴുതാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എംപ്റ്റി സ്പേസ് വന്നപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, പുതിയ ഫുഡ് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ ഇയറിൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് സേവിങ്സ് കൊണ്ടുവരണം. എക്സ്പെൻസ് കൂടുതലാണ്, എന്നാലും ഈ ഒരു ഇയറിൽ കുറച്ചും കൂടി സേവിങ്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ന്യൂ ഇയർ പ്രിപ്പറേഷൻ പ്ലാൻസ്. ഇനി ഈ പ്ലാൻ അനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പാർട്ട് 2 ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഞാൻ എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ട്. സോ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ആൻഡ് ഈ ഒരു പ്ലാനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പാർട്ട് 2 ഇൻഷാല്ലാ നമ്മൾ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ന്യൂ ഇയർ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെ ആയി, ന്യൂ ഇയറിലേക്കുള്ള നിങ്ങളുടെ പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ എന്തായാലും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.